ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18 മുതൽ തിരുവചനങ്ങൾ. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ഈ വചനം ഇന്നലത്തെ സായാഹ്നം മുതൽ അച്ഛൻ വായിച്ച് ധ്യാനിക്കുന്നതാണ്. ഇന്നത്തെ കുർബാനയിലെ ലേഖനത്തിലെ ആദ്യ വാചകമാണിത്. ഇതേക്കുറിച്ച് ഇന്നിപ്പോൾ കുമ്പസാരക്കൂട്ടിൽ അച്ഛൻ ഇങ്ങോട്ട് അൾത്താരയിലേക്ക് നടന്നു വന്നപ്പോൾ കിട്ടിയ ഒരു ഉൾക്കാഴ്ചയാണ് അദ്ദേഹം പങ്കുവയ്ക്കുക. ഇന്നലെ കണ്ട ഒരു കാഴ്ചയാണ് മനസ്സിൽ വരിക. ആ കാഴ്ച ഇന്നലെ ഒരു വീട്ടിൽ ചെന്നിരുന്നു. അപ്പോൾ ആ വീട്ടുമുറ്റത്ത് കുറച്ച് കൊപ്ര ഉണക്കാൻ വെച്ചിരിക്കുന്നു. അച്ഛൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞ കുടുംബനാഥയോട് നല്ല ഉണക്കായല്ലോ. അപ്പോൾ കുടുംബനാഥ പറഞ്ഞു, നല്ല ഉണക്കായി, പക്ഷെ ഒരു പറ്റി. ഇന്നലെ നല്ല മഴ പെയ്തു. ഞങ്ങൾ അടുത്ത പറമ്പിലായിരുന്നു. അപ്പോൾ മഴയത്ത് ഇതെടുത്തു വയ്ക്കാൻ പറ്റിയില്ല, അത് നനഞ്ഞു പോയി. അതുകൊണ്ടിപ്പോൾ വീണ്ടും വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ആൾ പറഞ്ഞു, അത് ശരിയാ, നന്നായിട്ട് ഉണക്കിയില്ലെങ്കിൽ കാറലുണ്ടാകും വെളിച്ചെണ്ണയ്ക്ക്. അപ്പം അദ്ദേഹത്തിൻ്റെ മകനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകന് ഈ കാറൽ എന്ന വാക്ക് കേട്ടപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഈ ഇങ്ങനെയുള്ള വാക്കുകളുടെ അർത്ഥം മനസ്സിലാവില്ലല്ലോ. ഈ ചിന്ത അല്ലെങ്കിൽ ചിത്രം മനസ്സിലിങ്ങനെ തെളിഞ്ഞപ്പോൾ അതിലെന്തെങ്കിലും ആത്മീയ അനുഭവം അച്ഛനീ പറഞ്ഞ വചനത്തോട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു പക്ഷേ ഒന്നും തോന്നിക്കാണില്ല. അതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത ചിന്ത കൂടി വന്നു. ആ ചിന്ത ഇതാണ്. അച്ഛൻ ഇന്നലെ അവിടെ പോയത് അച്ഛൻ്റെ കൂടെയുള്ള ആൾക്ക് അവിടെയുള്ള ഈ തോട്ടം നനയ്ക്കുന്ന സംവിധാനം ഒന്ന് കാണാൻ വേണ്ടിയാണ്. ജാതിയും തെങ്ങും പച്ചക്കറികളും എല്ലാം ഇങ്ങനെ ഒരു സ്വിച്ചിട്ടാൽ എല്ലാത്തിൻ്റെയും കടയ്ക്കൽ വെള്ളം ചെല്ലുന്ന ആ രീതി ഒന്ന് കാണണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ആ ചിത്രം കൂടി മനസ്സിൽ വന്നു. കഷ്ടതകളെക്കുറിച്ചുള്ള കഷ്ടതകൾ എങ്ങനെ അനുഗ്രഹത്തിൻ്റെ അനുഭവമാകുന്നു എന്നതിനെക്കുറിച്ച് ആദ്യത്തെ ചിന്ത അച്ഛൻ പങ്കുവയ്ക്കാം. അൾത്താരയിൽ കത്തുന്ന തിരി, അതിനായിട്ട് ഒഴിക്കുന്ന വെളിച്ചെണ്ണ, നമുക്കറിയാം അത് വെളിച്ചെണ്ണയാകുന്നതിൻ്റെ പുറകിൽ എന്തുമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് വളരെ നന്നായിട്ടറിയാം. നല്ല വെളിച്ചെണ്ണ കിട്ടല് തന്നെ വലിയ പാടുള്ള കാലമാണല്ലോ. എല്ലാത്തിലും മായവും മറിമായവുമാണ്. അപ്പം അതുകൊണ്ട് ഒരുമാതിരി അത്യാവശ്യം 4-5 തെങ്ങെങ്കിലും വീട്ടിലുള്ളവർ സ്വന്തം തേങ്ങ വെട്ടി കൊപ്രയാക്കി അങ്ങനെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു. ഈ വെളിച്ചെണ്ണയാകലിൻ്റെ പുറകിൽ തേങ്ങ കടന്നു പോകുന്ന കഷ്ടതകൾ വളരെയേറെയാണ്. ഇനി തേങ്ങ ഉണ്ടാകണമെങ്കിൽ അതിനുള്ള കഷ്ടപ്പാടുകൾ, അതേക്കുറിച്ചാണ് അച്ഛൻ 2-ാമത്തെ ഉദാഹരണത്തിൽ പറഞ്ഞത്. അച്ഛൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കുമ്പോൾ നോമ്പ് കാലത്ത് വെള്ളിയാഴ്ചകളിൽ കുരിശിൻ്റെ വഴിയുണ്ട് സ്കൂളിൽ നിന്ന് ക്ലാസ് കഴിയുമ്പോൾ പിള്ളേരൊക്കെ പള്ളിയിലേക്ക് പോകണം. നിരനിരയായിട്ട് സിസ്റ്റേഴ്സ് ടീച്ചേഴ്സ് എല്ലാവരും ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ അച്ഛൻ ഏതാണ്ട് ആദ്യത്തെ നിരയിൽ നിൽക്കും, ഏറ്റവും മുമ്പിൽ നിൽക്കും. എന്താണെന്ന് ചോദിച്ചാൽ ടീച്ചേഴ്സ് പുറകിലാണ്. അപ്പോൾ പള്ളി ചെല്ലുന്നതിന് മുമ്പ് ഒരു പാടത്തുകൂടെ ഓടി സൂത്രത്തിൽ വീട്ടിലെത്താൻ
കുരിശിൻ്റെ വഴിക്ക് നിൽക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. വീട്ടിൽ അപ്പൻ വാഴയും തെങ്ങും ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നനയ്ക്കാനായിട്ട് അപ്പനെ സഹായിക്കണം, വെള്ളം തിരിക്കാൻ. ഇന്നത്തെ രാവിനാണ് വെള്ളം കോരുക, മോട്ടറൊന്നുമല്ല. അപ്പോൾ അങ്ങനെ നേരത്തെ വീട്ടിലെത്തി അപ്പനെ സഹായിച്ച് എന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലം അത് സ്വിച്ചിട്ടാൽ എല്ലാ പറമ്പും എല്ലാം നനയും. അന്ന് അതിൻ്റെ സൗകര്യങ്ങളൊന്നുമില്ല. അച്ഛൻ ഇന്നലെ അങ്ങനെ കൊണ്ടുപോയത് നമ്മുടെ കൈക്കാരൻ പൗലോസ് ചേട്ടനെയാണ്. അച്ഛൻ്റെ വീട്ടിൽ തന്നെയാണ് പോയത്. പൗലോസ് ചേട്ടനെ നനയ്ക്കുന്ന സംവിധാനം ഒന്ന് കണ്ട് പൗലോസ് ചേട്ടൻ്റെ വീട്ടിൽ അതുപോലെ നനയ്ക്കുന്ന സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി. ഇനി ഈ വചനം അച്ഛൻ വ്യാഖ്യാനിക്കുക, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോഴാണ് സ്വർഗത്തിൽ സ്വർഗീയ അനുഗ്രഹങ്ങൾ, കൃപകൾ നമ്മിലേക്ക് വർഷിക്കപ്പെടുന്നത്. ഈ സ്വിച്ചിട്ടാൽ മുഴുവൻ പറമ്പും ഇപ്പോൾ ഏറ്റവും ചെറിയ ഇന്നലെ വെച്ച ഒരു മുളക് തൈ ഉൾപ്പെടെ നനയുന്ന സംവിധാനമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുൻപിലുള്ള ചെറിയ ചെറിയ ചെടികൾ ഉൾപ്പെടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതിലേക്ക് ഉൾപ്പെടെ അത്യാവശ്യത്തിന് വെള്ളം ചെല്ലുന്ന ക്രമീകരണം. സ്വർഗീയ അനുഭവം എന്ന് പറയും നമ്മുടെ ജീവിതം, നമ്മുടെ അധ്വാനം കൊണ്ടല്ലാതെ തമ്പുരാൻ നമ്മിലേക്ക് അനുഗ്രഹങ്ങളും കൃപകളും വർഷിക്കുന്ന അനുഭവം. അതിൻ്റെ പുറകിൽ നമ്മുടെ കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അധ്വാനങ്ങളും ഒക്കെ ഉണ്ട്. തേങ്ങയുടെയും തെങ്ങിൻ്റെയും കഥ രണ്ടും അച്ഛൻ സൂചിപ്പിച്ചു. തെങ്ങിന് വെള്ളം ചെന്ന് കഷ്ടപ്പെട്ട് നനച്ച് വലുതാക്കി നട്ടു വളർത്തി വലുതാക്കിയത് കൊണ്ടാണ് വലിയ തെങ്ങായത്. അതുകൊണ്ടാണ് അതിൽ തേങ്ങ ഉണ്ടാകുന്നത്. ആ തേങ്ങയാണ് വെട്ടി കൊപ്രയാക്കി വെളിച്ചെണ്ണയാക്കി മാറ്റുന്നത്. അത് നനഞ്ഞാൽ അത് വീണ്ടും ഉണക്കണം. ഏറെ ജീവിതങ്ങൾ ഇങ്ങനെ അറിയാതെ ആണെങ്കിലും ഈ നനവ്, ദുഃഖവും വേദനയൊക്കെ പെട്ടെന്ന് പെയ്യുന്ന മഴ എന്ന് പറഞ്ഞ പോലെ അപ്രതീക്ഷിതമായുണ്ടായ ദുഃഖാനുഭവങ്ങൾ, വേദനാനുഭവങ്ങൾ ഇതുകൊണ്ടൊക്കെ നനയുമ്പോൾ വീണ്ടും കൂടുതൽ ഉണക്കപ്പെടണം, വിശുദ്ധീകരിക്കപ്പെടണം. എങ്കിലേ കാറലില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണയായിട്ട് മാറൂ. എങ്കിലേ കർത്താവിൻ്റെ അൾത്താരയിൽ കെടാവിളക്കായി മാറാൻ പറ്റൂ. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഇങ്ങനെയാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വചനത്തോട് ബന്ധപ്പെട്ട് ആദ്യം ഉണ്ടാവുക. അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള വചനം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോട് കൂടെ നാം പീഡ അനുഭവിക്കുന്നു. അവനോട് കൂടെ പീഡ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ, അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ, അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണം. അത് നോമ്പ് കാലത്ത് ഒരു കുരിശൻ്റെ വഴി ചൊല്ലലിൽ അവസാനിക്കുന്ന ഒന്നല്ല. അതൊക്കെ ഒരു പ്രേരണയും പ്രചോദനവുമാണ് ഈ യാത്ര തുടരാൻ. അവനോടൊപ്പം നാം പീഡ അനുഭവിക്കുന്നു. അവൻ പീഡ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? അവൻ പീഡ അനുഭവിച്ചത് ആരിൽ നിന്നാണ്? അവൻ്റെ കൂടെ നടന്ന അപ്പസ്തോലനെന്ന് അവൻ വിളിച്ച, അവൻ തിരഞ്ഞെടുത്ത്, അവൻ നിയോഗിച്ച അതെ ആ യൂദാസിൻ്റെ വിശ്വാസരാഹിത്യത്തിൻ്റെ, ധനമോഹത്തിൻ്റെ, അധികാരികളെ പ്രീണിപ്പെടുത്തലിൻ്റെ, അതിൻ്റെ തുടർച്ചയായി തനിക്ക് ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഒക്കെ ആകത്തുകയായിട്ട് ആ മനുഷ്യൻ നൽകിയ പീഡകൾ. ഇതാണല്ലോ ഈശോയുടെ പീഡകളുടെ രഹസ്യം. പീലാത്തോസ് കൈ കഴുകുന്നുണ്ട്. കാരണം ഈശോയോട് പീലാത്തോസ് ഒരു വിധത്തിൽ പറയുകയാണ്: യേശുവേ, നിനക്കറിയാലോ എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഞാൻ നിന്നെ കുരിശ് തറയ്ക്കാൻ വിട്ടുകൊടുത്തില്ലെങ്കിൽ അവരെന്നെ തല്ലിക്കൊല്ലും. അതുകൊണ്ട് എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ അധികാരം നിലനിർത്താൻ വേണ്ടി ഞാനിത് ചെയ്തു പോകുന്നത്. അതിൽ കൂടുതൽ എനിക്കിതിൽ റോളൊന്നുമില്ല കേട്ടോ. പ്രധാന പുരോഹിതന്മാർ യൂദാസ് ചെന്ന് ഈ പണം തിരിച്ചേൽപ്പിക്കുമ്പോൾ പറയും:
ഞങ്ങൾക്കതിൽ പങ്കൊന്നുമില്ല, ഞങ്ങൾക്ക് വേണ്ടത്. കാരണം ഞങ്ങൾ തരാനുള്ളത് നിനക്ക് തന്നു, ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് ബാധ്യതയൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, പീഡകളുടെ ചരിത്രം ഇങ്ങനെയാണ്. അപ്പോൾ യേശുവിനോടുകൂടി പീഡ അനുഭവിക്കുക എന്ന് പറയുമ്പോൾ പലരുമൊക്കെ കൈമലർത്തുമ്പോഴും മാറി നിൽക്കുമ്പോഴും അതെ, അവയൊക്കെ അവസാനം വന്നലച്ചത് യേശുവിലാണെങ്കിൽ യേശു അത് സ്വീകരിച്ച ആ മനോഭാവത്തോടെ നമുക്ക് ജീവിതത്തിലെ പീഡകളെ, ജീവിതത്തിലെ ക്ലേശാനുഭവങ്ങളെയൊക്കെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അവയ്ക്ക് നമുക്ക് അനുഗ്രഹമാകും. അനുഗ്രഹമാകുന്നതിൻ്റെ രഹസ്യമാണ് പൗലോസ്ലീഹ പറയുക. അതെ, നാം മക്കളെങ്കിൽ അവകാശികളാണ്. ഇതാണ് അതിൻ്റെ തൊട്ടു മുമ്പ് വീണ്ടും പറയുന്നതിലേക്ക് കൂടി എത്തുന്നത് നല്ലതാണ്. നിങ്ങളെ വീണ്ടും അടിമത്തത്തിലേക്ക് അല്ലെങ്കിൽ ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. കൈക്കൊള്ളുക. വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം കൈക്കൊള്ളുന്നു എന്ന് പറയുന്നില്ലേ? പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ടിരിക്കുകയാണ്. പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മെ ദൈവപുത്രന്മാരാക്കുന്നത്, നാം ദൈവപുത്രന്മാരാണെന്ന അവബോധം നമുക്ക് തരുന്നത് ഈ ആത്മാവാണ്. ഈ ആത്മാവ് നൽകപ്പെടുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ് എന്ന് കർത്താവ് തന്നെ വളരെ വ്യക്തതയോടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിവിധങ്ങളായ പീഡകൾ, ക്ലേശങ്ങൾ, കഷ്ടപ്പാടുകൾ. പത്രോസ്ലീഹായുടെ ഭാഷയിൽ പറഞ്ഞാൽ 1 പത്രോസ് 4, 12, 16 തിരുവചനങ്ങൾ. നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. എന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഈ ആത്മാവ് നൽകപ്പെട്ടത് എപ്പോഴാണ്? സൂസന്നായുടെ മേൽ ഈ ആത്മാവ് വർഷിക്കപ്പെടുന്നത് സൂസന്ന പീഡ അനുഭവിക്കുമ്പോഴാണ്. മരണഭയം, അതിലും വലിയൊരു ഭയമില്ലല്ലോ. മരണഭയം അവളെ അലട്ടുമ്പോൾ, അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ, അവളിൽ മാത്രമല്ല ദാനിയേൽ എന്നു പേരുള്ളൊരു ബാലൻ്റെ ആത്മാവിനെ കർത്താവ് ഉണർത്തി. അവനിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു ചെല്ലുകയാണ്, അവനെ കൊണ്ടുവരികയാണ് ഈ വിധിക്കലിൻ്റെ രംഗത്തിലേക്ക്. അവൻ ഇടപെടുകയാണ്. ഇത്രയും കാലം സൂസന്ന പരിശുദ്ധയായിട്ട് ജീവിച്ചിട്ട് എന്തിന് ഇങ്ങനെയൊരു ദാരുണാന്ത്യം? അവൾ തന്നെ ചോദിച്ചു പോകും, അവളുടെ മാതാപിതാക്കന്മാർ ചോദിച്ചു പോകും, അവളുടെ ഭർത്താവും ചോദിച്ചു പോകും. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സമൂഹത്തിലെ ഏറ്റവും മാന്യന്മാരെന്ന് ജനം മുഴുവൻ വിചാരിച്ച, ശക്തരും കരുത്തരും എന്ന് വിചാരിച്ച 2 ന്യായാധിപന്മാരാണ് ഈ സൂസന്നായെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അവർക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ നിസ്സഹായതയിൽ, അതിൻ്റെ പൗലോസ്ലീഹ റോമ 8:26, 27 പറയുന്ന നമ്മുടെ ബലഹീനതയിൽ, നമ്മുടെ നിസ്സഹായാവസ്ഥയിൽ ആത്മാവ് അവാച്യമായ നെടുവീർപ്പുകളോടെ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുന്നു. അതാണ് ദാനിയേൽ 3 നമുക്ക് കാണാൻ പറ്റുക. ദാനിയേൽ 3 3 യുവാക്കന്മാർ അവർ നിലവിളിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞങ്ങൾക്ക് ഈ കഷ്ടപ്പാടുകൾ വന്നത് ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ കൊണ്ടാണ്, ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ടാണ്, ഞങ്ങളുടെ പൂർവികരുടെ തെറ്റുകുറ്റങ്ങൾ കൊണ്ടാണ്. ഞങ്ങളോട് ദയ തോന്നണേ. അവർ ഞങ്ങളുടെ തെറ്റല്ല എന്നല്ല, ഞങ്ങളുടെ തെറ്റാണ്. അപ്പോഴാണ് അതെ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ പ്രാർത്ഥിക്കാൻ കൂടുതലായിട്ട് പ്രേരിപ്പിക്കുക. അപ്പോഴാണ് അവരെ പീഡിപ്പിക്കുന്ന രാജാവിനോട് പറയുന്നത്, അതെ, ഞങ്ങളെ ഈ അഗ്നിയിൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ ഈ അഗ്നിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. അങ്ങനെ ദൈവം രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ നിന്നെയോ നീ നിർമ്മിച്ച ഈ സ്വർണ്ണബിംബത്തെയോ ആരാധിക്കുകയില്ല. ആരുടെ മുമ്പിലും എന്തിൻ്റെ മുമ്പിലും തലകുനിക്കലല്ല വിധേയത്വം, അല്ലെങ്കിൽ വിശ്വാസം, അല്ലെങ്കിൽ സ്നേഹം, അല്ലെങ്കിൽ ക്രിസ്തീയത. ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയല. അതിന് കരുത്ത് വേണം,
പരിശുദ്ധാത്മാവിൻ്റെ കരുത്ത് വേണം. ഈ ആത്മാവ് ആ 3 യുവാക്കളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് അവർക്ക് ഇത് പറയാൻ പറ്റുക. അങ്ങനെ അവർ, ദൈവമേ, ഞങ്ങളെ പരിഹാസത്തിന്, അവമാനത്തിന്, പീഡനത്തിന് ഈ അഗ്നിയിലേക്ക് ഞങ്ങളെ വലിച്ചെറിഞ്ഞതിന് നന്ദി. അങ്ങനെ അവർ നന്ദി പറയുമ്പോൾ അതെ, ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിച്ചെല്ലുകയാണ്. ഈ ദൈവിക ദൂതൻ ഇറങ്ങിച്ചെല്ലുന്ന അനുഭവമാണല്ലോ യോസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും ഒക്കെ ജീവിതത്തിൽ, പത്രോസിൻ്റെ ജീവിതത്തിൽ, അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായത്തിൽ. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിലെ സാധാരണ അനുഭവമാണ്. ഈ ദൂതൻ ഇറങ്ങിച്ചെല്ലലാണ് പൂർവ്വ യോസേപ്പിൻ്റെ കഥയിൽ കാണുക. പൂർവ്വ യോസേപ്പ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ഇറങ്ങിച്ചെല്ലുന്ന ദൂതനാണ്. ദാനിയേൽ 6-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിൻ്റെ അടുത്തേക്കും ഇറങ്ങിച്ചെല്ലുന്ന ദൂതൻ, ഹബക്കൂക്കിൽ നിന്ന് പ്രവാചകനിലൂടെ ഇറങ്ങിച്ചെല്ലുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ വേദനകളിൽ നാം ചങ്ക് പൊട്ടി വിളിക്കുമ്പോൾ അവിടെ ദൂതൻ ഇറങ്ങിച്ചെല്ലും. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 63, 64 അധ്യായങ്ങളാണ് ഈ നിമിഷം അച്ഛൻ ഓർക്കുക. അവിടെ പറയുന്നൊരു വാക്കുണ്ട്, അതെ, അവരുടെ കഷ്ടതകളിൽ കർത്താവ് ദൂതനെ അയച്ചില്ല. എല്ലായിടത്തും ദൂതനെ അയച്ച കർത്താവ് ഇവിടെ ദൂതനെ അയച്ചില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയാമോ? അവിടുന്ന് തന്നെയാണ് ഇറങ്ങിച്ചെന്നത്. ദൂതനെ അല്ല അയക്കുന്നത്, അവിടുന്ന് തന്നെ ഇറങ്ങിച്ചെല്ലുകയാണ്. അവിടുന്ന് അവരെ കഷ്ടതകളിൽ നിന്ന് രക്ഷിച്ചു. അപ്പോൾ ഈ കഷ്ടതകൾ എന്ന് പറയുന്ന അനുഭവം അതിൽ തന്നെ അവസാനിക്കുന്നതല്ല. എന്നാൽ നമുക്കിവിടെ അങ്ങനെ ഒരു ദൂതൻ ഇറങ്ങി വരുന്ന, കർത്താവ് തന്നെ ഇറങ്ങി വരുന്ന അനുഭവം ലഭിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ യുവാക്കളെ പോലെയോ ഈ ദാനിയേലിനെ പോലെയോ അല്ലെങ്കിൽ ഈ അപ്പസ്തോലന്മാരെ പോലെയോ ഒക്കെ യേശുവിനെ പോലെ പ്രത്യേകിച്ച് ഒട്ടും പറ്റുന്നില്ല. നമ്മുടെ ഉള്ളിൽ ദുഃഖവും വേദനയും പരാതിയും പരിഭവവും, എന്നാൽ ഇങ്ങനെ വന്നല്ലോ, എന്നാൽ എന്തോ ഒരു കഷ്ടമാണ് ഇതല്ലേ പലപ്പോഴും പറയുക. കഷ്ടമാണെന്ന് പറയുന്നത് കഷ്ടതയെക്കുറിച്ചാണെങ്കിൽ ഈ കഷ്ടത സഹനശീലം, പ്രത്യാശ, ഇതൊക്കെ ഉളവാക്കുന്നതിനെ കുറിച്ച് പൗലോസ് വിവരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കർത്താവ് ഈ വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വം. ചില വചനം ഒന്നുകൂടി വായിക്കാം. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല. അടിമത്തത്തിൻ്റെ ആത്മാവ് നമ്മെ ഭയത്തിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആബ്ബാ പിതാവേ എന്ന് വിളിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? അച്ഛൻ പെട്ടെന്ന് ആരംഭത്തിൽ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് ഒന്നുകൂടി എത്താൻ ഇടയാവുകയാണ്. അച്ഛൻ ഓർക്കുന്ന, അച്ഛൻ്റെ അപ്പൻ അന്ന് അങ്ങനെ വെള്ളം കോരി, ത്ലാവ് കൊണ്ട് വെള്ളം കോരി നനച്ച ആ തോട്ടം ഇന്ന് അവിടെ അപ്പൻ തന്നെ 50 കൊല്ലം മുമ്പ് വെച്ച മോട്ടർ, 5 ഹോഴ്സ് പവറിൻ്റെ മോട്ടർ, ആ മോട്ടറിലൂടെ തന്നെയാണ് ഈ വെള്ളമൊക്കെ എല്ലായിടത്തും എത്തുക. അപ്പോൾ അതൊരു ദൈവിക പദ്ധതിയാണ്. അതിന് കണക്ഷൻസ് കൊടുത്തിങ്ങനെ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം വർഷിച്ച ആ ആത്മാവ്, ഈ 5 ഹോഴ്സ് പവറിൻ്റെ മോട്ടർ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച ഈ ആത്മാവ് ദൈവാത്മാവിനോട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതങ്ങൾ ആരോടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നോ അവരിലേക്കൊക്കെ ദൈവകൃപ വർഷിക്കപ്പെടാൻ വേണ്ടിയുള്ള ചാനലുകളുമൊക്കെ ആയിട്ട് നാം മാറുമ്പോൾ നമ്മിലൂടെ വളരെയേറെ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടും. ഇതിനായിട്ട് ഈ കഷ്ടതകളും ക്ലേശങ്ങളുമൊക്കെ സഹായകമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ദൈവമേ നിനക്ക് നന്ദി എന്ന് പറയാൻ പറ്റുക. ദൈവമേ, ഈ കഷ്ടതകളോർത്ത് നന്ദി, ഈ ക്ലേശങ്ങളോർത്ത് നന്ദി, പരാതിയില്ല, പരിഭവമില്ല എന്ന് പറയാൻ കഴിയുമ്പോഴാണ് അതെ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ കൈക്കൊണ്ടിരിക്കുന്നു നാം എന്ന് മാത്രമല്ല, ഈ ആത്മാവ് മൂലം ആബ്ബാ പിതാവേ, യേശു ആരെ വിളിച്ച് പ്രാർത്ഥിച്ചോ ആ പിതാവിനെ കണ്ട് പിതാവിനോട് പറയാനായിട്ട് നമുക്ക് സാധിക്കുക. എന്നിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു.
നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുകയാണ്, നീ ദൈവത്തിൻ്റെ മകനാണ്, നീ ദൈവത്തിൻ്റെ മകളാണ്. നീ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ ദൈവത്തിൻ്റെ ഏകപുത്രന് നൽകപ്പെട്ട അതേ മഹത്വത്തിൽ നീ പങ്കുചേരും. അവൻ കടന്നുപോയ സഹനത്തിൻ്റെ വേദനയുടെ വഴിയിലൂടെ നീ നടക്കാൻ തയ്യാറാണെങ്കിൽ, നീ നടക്കുന്നുണ്ടെങ്കിൽ, അപ്പോഴാണ് അങ്ങനെ ആകട്ടെ എന്ന് ഏറെ വിധേയത്വത്തോടെ വിശ്വാസത്തോടെ നമുക്ക് ബോധപൂർവം പരാതിയും പരിഭവമൊന്നുമില്ലാതെ പറയാൻ പറ്റുക. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, നാം മക്കളെങ്കിൽ അവകാശികളാണ്. അപ്പൻ്റെ സ്വത്തിന് അവകാശിയാണ് മകൻ. ഫ്രാൻസിസ് അസീസി അനുഭവിച്ചത് അതാണ്. തനിക്ക് ജന്മം നൽകിയ അപ്പൻ തൻ്റെ സ്വത്തിൽ യാതൊരു അവകാശവുമില്ല എന്ന് കോടതി പ്രഖ്യാപിക്കാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഈ ഫ്രാൻസിസ് എന്ന ചെറുപ്പക്കാരനിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വരികയാണ്. അവൻ പറയുകയാണ്, അവൻ ഉടുത്തിരിക്കുന്ന തുണി ഉൾപ്പെടെ ഉരിഞ്ഞു കൊടുത്തുകൊണ്ട്, എല്ലാം ഇട്ടുകൊടുത്തുകൊണ്ട് പറയുക, നഗ്നനായി നിന്നിട്ട് പറയുക, ലോകചരിത്രത്തിൽ അങ്ങനെ വേറൊരു സംഭവമില്ല. അതെ, അവനതിന് കഴിയുന്നത് ക്രിസ്തുവിൻ്റെ നഗ്നത, കുരിശിലെ നഗ്നത, ബത്ലഹേമിലെ നഗ്നത, അതിലേക്കൊക്കെ അങ്ങോട്ട് അടുപ്പിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തു രഹസ്യം എന്നത് നാം അങ്ങ് മനസ്സിലാക്കിയാൽ നമുക്ക് ഏതൊരു വേദനയും ദുഃഖവും അധികപ്പറ്റായിട്ട് തോന്നില്ല. ഇതാണ് പൗലോസ് പറയുന്നതിൻ്റെ ചുരുക്കം. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ആ മഹത്വത്തെക്കുറിച്ചുള്ള ഒരു മനസ്സിലാക്കൽ, ഒരു അവബോധം, ഒരു സെക്കൻഡ് നമുക്ക് കിട്ടിയാൽ ആ നിമിഷം നമ്മുടെ എല്ലാ ദുഃഖവും ഭാരവും ഇല്ലാതെ ആകും. പക്ഷെ നമുക്ക് അങ്ങനെ ഉയർന്ന് ചിന്തിക്കാൻ പറ്റാത്തത് നമ്മുടെ ഈ വേദനാനുഭവങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് എപ്പോഴും പരാതിയും പരിഭവവും തന്നെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞ് ചിന്തിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ പൗലോസ് ഇതൊക്കെ അനുഭവിച്ചവനാണ്. അതുകൊണ്ടാണ് പൗലോസ്, നാം മക്കളെങ്കിൽ അവകാശികളാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ നാം അവനോടുകൂടെ പീഡ അനുഭവിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇന്നത്തെ വചനം പൗലോസ് പറയുന്നത്, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. എന്നിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. സ്വന്തം ഇഷ്ടത്താലല്ല, പ്രത്യാശ കൊടുത്ത് അതിനെ അധീനമാക്കിയവൻ്റെ അഭീഷ്ടപ്രകാരം സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാകുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. സമസ്ത സൃഷ്ടികളും ഒന്നുചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. സങ്കീർത്തനം 6:6 അച്ഛൻ ഓർക്കുന്നു, കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു, രാത്രിയിൽ എൻ്റെ തലയിണ നനഞ്ഞു, എൻ്റെ കണ്ണുനീര് കൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു. ദാവീദ് രാജാവ് നിലവിളിക്കുന്നതാ. ഈ നിലവിളി, ഈ കണ്ണുനീരാണ് കർത്താവിൻ്റെ സന്നിധിയിലെത്തുക. അതുകൊണ്ടല്ലേ സങ്കീർത്തനം 56:8 പറയുക, നിന്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിന്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്നാ പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകി വീഴുന്ന കണ്ണുനീര്, അതിൻ്റെ വില, അതിൻ്റെ മഹത്വം, ചിലപ്പോൾ മറ്റുള്ളവർ നമ്മെ പീഡിപ്പിക്കുമ്പോഴാകാം, അവഹേളിക്കുമ്പോഴാകാം, അധിക്ഷേപിക്കുമ്പോഴാകാം. അവയൊക്കെ വലിയ അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ. ദൈവത്തിന് മുമ്പിൽ അതിന് വലിയ വിലയുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ കണ്ണീര് പാഴായി പോകാൻ ആക്കില്ല. അതുകൊണ്ടാണല്ലോ വിഭൂതി ബുധനാഴ്ചയിലെ പാട്ടിൻ്റെ
ഒരു മനോഹര ഈരടികളുണ്ട്. കണ്ണീരാരുതരും പശ്ചാത്താപത്തിൻ പാപം കഴുകിയിടുവാൻ കണ്ണീരാരുതരും. നാം മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങളോർത്ത് കണ്ണീരൊഴുക്കുന്നവരല്ല, മറ്റുള്ളവരുടെ തെറ്റുകളും പാപങ്ങളോർത്ത് കണ്ണീരൊഴുക്കുന്നവരാവുക. എങ്ങനെയാ? ദൈവമേ, അവരോട് ക്ഷമിക്കണേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല, അതിനാൽ അവരോട് ക്ഷമിക്കണേ. ഇതാണ് യേശുവിൻ്റെ കണ്ണുകളിൽ നിന്ന് അവസാനമായി ഒഴുകി വീണ കണ്ണുനീർത്തുള്ളിയുടെ രഹസ്യം. ആ കണ്ണുനീർത്തുള്ളി ഒരുപക്ഷെ പതിച്ചത് പരിശുദ്ധ അമ്മയുടെ തലയിലാണ്. ആ അമ്മയാണ് ആ മക്കളെ ദുഃഖത്തിലും വേദനയിലും നൈരാശ്യത്തിലും എന്ന് വേണ്ട ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളുടെ രഹസ്യങ്ങളിലേക്ക് ഇനിയും കടന്നു വരാൻ ഒരു തരത്തിലും പറ്റാത്ത അവസ്ഥയിൽ ഇരുട്ടിലായിരിക്കുന്ന മക്കളെ ഒരുമിച്ച് കൂട്ടി മുകളിലത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി അവരിലേക്ക് തൻ്റെ തലയിൽ തന്നിലേക്ക് വർഷിക്കപ്പെട്ട തൻ്റെ ആത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഇവരിലേക്കും വർഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ആ അമ്മയെ പ്രാപ്തയാക്കിയത്. ആ മകൻ്റെ ആ പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മ പങ്കുചേരുമ്പോഴാണ് അതെ ദൈവമാതൃത്വത്തിൻ്റെ വലിയ ദൈവിക മേഖലകളിലേക്ക് മറിയം കൈപിടിച്ചുയർത്തപ്പെടുക. അതിനുവേണ്ടി ആ പ്രാർത്ഥന ആവശ്യമായിരുന്നു. അപ്പോഴാണ് മംഗളവാർത്ത മുതൽ ആ നിമിഷം വരെ അവൾ കടന്നുപോയ സഹനാനുഭവങ്ങൾ, ക്ലേശാനുഭവങ്ങൾ, അതെ നാം പരിശുദ്ധ അമ്മയുടെ രൂപമൊക്കെ മനോഹരമായിട്ട് അലങ്കരിച്ച് വലിയ മഹത്വത്തോടെയൊക്കെ വയ്ക്കുന്ന രീതിയല്ല യഥാർത്ഥ മറിയത്തിൻ്റെ അവസ്ഥ. അതെ, അത് നസ്രത്തിലെ ആ കൊച്ചു വീട്ടിൽ ആ കൊച്ചു കട്ടിൽ കിടന്ന് അവൾ പെടയുന്ന യൗസേപ്പ് അവൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന ഓർമ്മകൾ മുതൽ ബത്ലഹേമിലെ ആ വൈക്കോലിൽ കിടക്കുമ്പോഴത്തെ അവസ്ഥ മുതൽ ഈജിപ്തിലെ അടിമത്തത്തിൻ്റെ നാട്ടിലെ വേദനകൾ, ആ നീണ്ട യാത്രകൾ, അതോട് ബന്ധപ്പെട്ടുള്ള ക്ലേശങ്ങൾ, കഷ്ടപ്പാടുകൾ, ഇതൊക്കെ മഹത്വത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അനുഭവമാണെന്ന തിരിച്ചറിവിലേക്ക്, ജ്ഞാനത്തിലേക്ക് മറിയമെത്തുകയാണ്. അതൊരു വലിയ കൃപയുടെ അനുഭവമാണ്. അവൾ ദൈവകൃപ നിറഞ്ഞവളാണെന്ന് മാലാഖ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ ദൈവകൃപ നിറഞ്ഞവളെന്ന് പറയുന്നത് ഒരു ബാറ്ററി ചാർജ് ചെയ്ത ബാറ്ററി കൊണ്ട് ഫോണിൽ വെക്കുന്ന പോലെ അല്ലെങ്കിൽ അതുപോലത്തെ രീതിയല്ല. നിരന്തര കണക്ഷനാണ്. ഒരിക്കലും വിട്ടുപോകാത്ത രീതിയിൽ, ഒരിക്കലും ഓഫാകാത്ത രീതിയിൽ ആ ബന്ധം അവളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ദൈവകൃപാനുഭവം അതെ അവളിലേക്ക്, അത് ദൈവത്തോടുള്ള നിരന്തര ബന്ധത്തിലൂടെ അവളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് അവൾ അതെ പാപത്തിൻ്റെ വേദന, മനുഷ്യപാപത്തിൻ്റെ വേദന, അതിൻ്റെ ആകത്തുക തൻ്റെ പുത്രൻ അനുഭവിക്കുമ്പോൾ അതിനെ നേരിടുന്ന, പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു എന്ന് റോമ 5:20 പറയുന്നത് യാഥാർത്ഥ്യമാക്കുന്നത് ദൈവകൃപ, കൃപയാൽ നിറഞ്ഞ് കൃപ തന്നെയായ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയായിട്ട് യേശുക്രിസ്തുവിലൂടെ ഉണ്ടായി. ആ കൃപ പാപികളിൽ ഒന്നാമനായ പൗലോസിലേക്ക്, പാപികളിലേക്കൊക്കെ വർഷിക്കപ്പെടാൻ വേണ്ടി അത് ഒഴുക്കപ്പെടുന്നത് ഈ കൊച്ചു പ്രാർത്ഥനയിലൂടെ. പിതാവേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല, അതിനാൽ അവരോട് ക്ഷമിക്കണേ. അങ്ങനെ ആ ദൈവകൃപ അതിൻ്റെ നിറവിൽ യേശുവിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളി ആ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന മറിയത്തിൻ്റെ തലയിൽ പതിക്കുമ്പോൾ അതെ അവൾ പ്രകാശിതയാവുകയാണ്. അവളുടെ ആത്മാവ് ഒന്നുകൂടി ജ്വലിക്കുകയാണ്. ദൈവാത്മാവിനോട് യേശുവിനെ ഗർഭം ധരിച്ചപ്പോൾ അവൾക്ക് നൽകപ്പെട്ട ആത്മാവ് അതെ അതിൽ ശക്തമായ രീതിയിൽ, മഹത്തരമായ രീതിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഈ 12 മക്കളെ ചേർത്ത് നിർത്തി അവരിലേക്ക് ആത്മാവ് വർഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ, അങ്ങനെ അവരുടെ പ്രാർത്ഥനയിലൂടെ ലോകം മുഴുവനിലേക്കും ഈ ആത്മാവ് വർഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ, മധ്യസ്ഥയാകാനൊക്കെ ആ കുരിശിൻ ചുവട്ട് നിൽക്കുമ്പോഴത്തെ സഹനങ്ങൾ അവളെ പ്രാപ്തയാക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കുരിശിൻ്റെ വഴി ചെല്ലുമ്പോൾ കർത്താവേ, ഈ വഴി, മറിയം നടന്ന ഈ വഴിയിലൂടെ നടക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. മറിയം നടന്ന ഈ വഴിയിലൂടെ നടക്കാൻ, അതെ അവൾ നടന്നത് വഴി തന്നെയായ യേശുവിലൂടെയാണ്, യേശുവാകുന്ന വഴിയിലൂടെയാണ്. മംഗളവാർത്ത ലഭിക്കുമ്പോൾ അവൾക്കത് മനസ്സിലായില്ല. എന്നാൽ ദേവാലയത്തിൽ വെച്ചവൾ വീണ്ടും ആ പുത്രനെ 12 വയസ്സുള്ളപ്പോൾ കണ്ടുമുട്ടുമ്പോൾ അവളിലൂടെ
അവനിലൂടെയുള്ള യാത്ര ആരംഭിക്കുകയാണ്. അവനിലൂടെയുള്ള യാത്ര ചിലപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ്. ആ സന്തോഷം തോന്നുന്നത് ഒരു കൊച്ചുമോനോട് കുമ്പസാരക്കൂട്ടിൻ്റെ അടുത്ത് ചെന്നിരിക്കുന്ന കണ്ടിട്ടാണ്. പണ്ടൊക്കെ അവനോട് മോനെ നീങ്ങ് വന്നേ എന്ന് പറഞ്ഞ അച്ഛൻ അടുത്ത് വരില്ലായിരുന്നു അവൻ. പക്ഷെ ഇപ്പോൾ അവൻ ഭയങ്കര സ്നേഹം അച്ഛനോട്. മനസ്സിലായോ? ഭയങ്കര സ്നേഹമാണ്. കാരണം അവനിൽ അത്ര വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്തത് അച്ഛൻ നേരിട്ട് കണ്ടതാണ്. ഒരു പക്ഷേ എൻ്റെ നാട് ഇടവകയിൽ ഏറ്റവും കൂടുതൽ ആ ദൈവകൃപാനുഭവത്തിലേക്ക്, അതിൻ്റെ അങ്ങേ അറ്റത്തെ അവസ്ഥയിലേക്ക് എത്തിക്കപ്പെട്ടത് അൽഫോൻസ് എന്ന കൊച്ചുകുട്ടിയാണ്. അച്ഛൻ അത് ആ അനുഭവങ്ങളൊക്കെ വളരെയേറെ നന്ദിയോടെ ഓർക്കുക. അപ്പം ഇന്നവൻ കുമ്പസാരിക്കാനായിട്ട് അച്ഛൻ വചന ക്ലാസ് കഴിയുമ്പോൾ കുമ്പസാരിപ്പിക്കാൻ വരുമെന്ന് പ്രതീക്ഷയോടെ അവനങ്ങനെ വന്നിരിക്കുക. അപ്പം അതുകൊണ്ട് അച്ഛൻ നിർത്തുകയാണ്. അതെ കർത്താവേ, അങ്ങയുടെ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാശം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിത്യനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹിതന് വേണ്ടി